കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് വേടൻ്റെ പാട്ട് ഒഴിവാക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വേടൻ്റെ പാട്ട് മാത്രമല്ല, മറ്റ് പല റാപ്പ് മ്യൂസിക്കുകളും ഇത്തരത്തിൽ ഒഴിവാക്കുന്നു എന്നുള്ള രീതി ഇതിനു വേണ്ടി ശുപാർശ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ കേരളത്തിലെ അല്പം നിലവാരമുള്ള സർവകലാശാലകളിലെ ആദ്യ സ്ഥാനത്ത് കൊണ്ടുവരാവുന്ന ഒന്നാണ് കോഴിക്കോട് സർവകലാശാല. പ്രത്യേകിച്ച് അവിടെ ഈ സാഹിത്യ പഠന വിഷയങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശാസ്ത്ര വിഷയങ്ങളുടെ ഗവേഷണ രീതി മോശമെന്നല്ല ഞാൻ പറയുന്നത്, അതിനേക്കാൾ ഉപരി സാഹിത്യ വിഷയങ്ങളിൽ വലിയ അഗാധമായിട്ടുള്ള ഒരു പഠനവും പാണ്ഡിത്യവുമുള്ള ഒരു സർവകലാശാലയാണ് കോഴിക്കോട് സർവകലാശാല. ഞാൻ ഈ വേടൻ്റെ പാട്ട് പാഠ്യഭാഗത്തിൽ ഇട്ടു എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കോഴിക്കോട് സർവകലാശാല ഇത്ര അധപ്പതിച്ചോ എന്ന്. അപ്പോൾ ഞാൻ ഉടനെ ഓർമ്മിച്ചത് സുകുമാർ അഴീക്കോട് മാഷൊക്കെ പ്രോ ബി സി ആയിട്ടിരുന്നിട്ടുള്ള ഈ സർവകലാശാലയാണ്. മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷ പദവിയിലൊക്കെ ഇരുന്നിട്ടുള്ള വലിയ പ്രഭാഷകനും പണ്ഡിതനും ഒക്കെയാണ് അഴീക്കോട് മാഷ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, മാഷ് രാജിവെച്ച് പോയതിന്. ഇങ്ങനെയുള്ള ഒരു സർവകലാശാലയിൽ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാഷ് അങ്ങനെയൊക്കെയുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും കാണിച്ചതാണ്. പണ്ട് സാഹിത്യ അക്കാദമി ഇത്തരത്തിൽ ഏതോ ഒരു തരംതാണ കാര്യത്തിലേക്ക് പോയപ്പോൾ, ഏത് വിഷയമൊന്നും ഞാൻ ഓർക്കുന്നില്ല, അന്ന് അഴീക്കോട് മാഷ് വിശിഷ്ടാംഗത്വം കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു. സാഹിത്യ അക്കാദമി വെട്ടിലായിപ്പോയി. അതുപോലെയാണ് ഞാൻ അന്നേരം ഓർത്തു, അഴീക്കോട് മാഷില്ല, അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ളവരുടെ ഒരു നിരയൊക്കെ കേരളത്തിൽ നിന്ന് പോയി. അപ്പോൾ എന്ത് പറ്റി? ഇത് ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും വി സി അത് ഭാഷാ അധ്യാപകനും പണ്ഡിതനുമായ ഡോക്ടർ എം ബഷീറിനെ ഇത് ഏൽപ്പിച്ചു. അവരൊക്കെ കോഴിക്കോടുകാർ തന്നെയാണ്. ബഷീർ ഇതിനകത്ത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയമൊന്നുമല്ല ഞാൻ കാണുന്നത്, ഇതല്ല. അതിന് അദ്ദേഹം വേറെ ന്യായമൊക്കെ പറയുന്നുണ്ട്. ഈ മൈക്കിൾ ജാക്സന്റെ ആ പാട്ടുമായിട്ട് താരതമ്യത്തിന് ഗൗരി ലക്ഷ്മിയും അവരുടെ പാട്ടുകളും അതേപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ പാട്ടുകളും ഇതിൽ നിന്നും ഈ പാഠ്യപദ്ധതിയിൽ നിന്നും ഒപ്പം ഒഴിവാക്കണം എന്നുള്ളൊരു ശുപാർശയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഇപ്പോൾ വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം, പക്ഷേ എൻ്റെ വരികളൊക്കെ എനിക്കും ഇഷ്ടമായിട്ട് തോന്നി. കാരണം ഭൂമിയെ പറ്റിയ പലവിധ യുദ്ധങ്ങളെ പറ്റിയും സ്ത്രീയെ പറ്റിയും ഒക്കെയാണ് ഇത്തരത്തിൽ അതിനകത്ത് പ്രതിപാദിക്കുന്നത്. ഗൗരി ലക്ഷ്മിയുടെ പാട്ടും ഇത്തരത്തിലൊരു പാട്ടാണ്, മൈക്കിൾ ജാക്സന്റെ പാട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റാപ്പ് സംഗീതങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തുമ്പോൾ അതൊരു പുതിയ തലമുറയുടെ സംഗീതമല്ലേ, അതിലും ഈ പറഞ്ഞതുപോലെ സാഹിത്യമില്ലേ, അതിലും നല്ല വരികളില്ലേ? കാരണം പഴയത് മാറി ഇനി പുതിയതിലോട്ടൊക്കെ കിടക്കുന്നതും ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നല്ലതല്ലേ? അല്ല, പുതിയതിൽ കിടക്കണം, പുതിയതിനകത്തും അർത്ഥവ്യാപ്തി ഉണ്ടാകണമേ. അല്ലാതെ എന്തെങ്കിലും ഈ പാടി ബഹളം വെച്ചു കുറച്ച് സുരക്ഷാ ഭടന്മാരെ സ്വയം പൈസ കൊടുത്ത് ഇറക്കിയ അവരുടെ അകമ്പടിയിൽ വേദിയിലേക്ക് വരിക, ഇവിടുത്തെ തരംതാണ് DYFIയും SFIക്കാരും നെഞ്ചേറ്റിൽ ആളിച്ചുകൊണ്ട് നടക്കുന്നവർ, അതുകൊണ്ടാണോ സിലബസിൽ ഉൾക്കൊള്ളിക്കുന്നത്? ഇത് ഇട്ടിരിക്കുന്നത് താരതമ്യ സാഹിത്യ പഠനമെന്നാണ്. ഈ താരതമ്യ സാഹിത്യ പഠനമെന്നൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ പഠിച്ചതാണ്. വലിയ വേൾഡ് ക്ലാസിക് കൃതികളൊക്കെയാണ് താരതമ്യ പഠനത്തിനൊക്കെ നൽകുന്നത്. അല്ലാതെ ഈ വേടൻ്റെ പാട്ടും ഒന്നുമല്ല ഇതിനകത്ത് വരുന്നത്. ഇതിപ്പം ഇത് വേടനെ വെച്ച് കളിക്കുകയാണെന്ന്, രാഷ്ട്രീയം കളിക്കുകയാണ്. അതിനുവേണ്ടി മനുഷ്യനാകണമെന്ന് പറഞ്ഞാൽ ഇതെന്തോന്ന് കവിതയാകുമോ? അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇത് പണ്ട് കോഴിക്കോട് സർവകലാശാലയിൽ VK-ൻ്റെ നോവൽ അധികാരം സിലബസിൽ ഉൾപ്പെടുത്തിയതിന് വലിയ പ്രക്ഷോഭം നടത്തി. അത് ഇവിടുത്തെ ഭരണാധികാരികളെ മുഴുവൻ പരിഹസിക്കുന്നതാണ്, അവർക്കൊക്കെ അത് കൊള്ളുന്നതാണ്. VK എന്ന് പറഞ്ഞാൽ
നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് എഴുതുന്ന ആളാണ്. കൊള്ളേണ്ട അടുത്ത് കൊള്ളും. വളരെ ഇത്തിരി ബൗദ്ധികമായിട്ട് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് VKN. VKN ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഇവരെയൊക്കെ എടുത്തിട്ട് ഈ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ തന്നെ എടുത്ത് അലക്കിയാനെ എടുത്തിട്ട് VKNൻ്റെ അധികാരം സിലബസിൽ കൊണ്ടുവന്നതിന് വലിയ പ്രക്ഷോഭം നടത്തിയെന്ന് അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനകത്ത് അശ്ലീലം വരുന്നു എന്നും പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയിൽ പോലും അത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടനമ്പൂരി പി, ഞാൻ ബാക്കി അത് പറയുന്നില്ല കേട്ടോ, ഒരു തുള്ളൽ കൃതിയിലുണ്ട്. റമ്പമ്പോട പുളിശാങ്കറിയാം, അതിനിടയ്ക്കുള്ളൊരു പദമാണ് ഞാൻ മാറ്റി നിർത്തിയത്. അതുപോലെ സന്ദേശകാവ്യങ്ങളിൽ ഉണ്ണുനീലി സന്ദേശത്തിലുമുണ്ട് അത്തരത്തിലുള്ള അസഭ്യമെന്ന് പറയുന്ന, അതിന് അശ്ലീലമായിട്ടതിനെ എടുക്കണ്ട, അതിനെ നല്ല രീതിയിൽ തന്നെ കാണേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ വേടന്റെ ഇപ്പോൾ ഭൂമി ഞാൻ വാഴുന്നിടത്തില് അസഭ്യമോ അശ്ലീലമോ ഒന്നുമില്ല. അസഭ്യമോ അശ്ലീലമോ അല്ല. ഞാൻ അതിനൊക്കെ ആയിട്ടൊക്കെ എന്ത് താരതമ്യ പഠനത്തിൽ. അപ്പോൾ സർവകലാശാല അത്രത്തോളം അധപ്പതിച്ചു എന്നാണ്. ഇവിടെ കേരള സർവകലാശാല മുഴുവനെ SFIയുടെ താന്തോന്നിത്തരം കാണിക്കാനുള്ള ഇടമാണ്. SFIയുടെയും DYFIയുടെയും അഴിഞ്ഞാട്ടം നടത്തുന്ന വെറും ഒരു തറ കേന്ദ്രമാക്കി മാറ്റി. കോഴിക്കോട് സർവകലാശാല അക്കാദമിക്കലി വലിയ നിലവാരത്തിൽ നിൽക്കുകയായിരുന്നു. അതിനെ വേടൻ്റെ പാട്ടും കൂടെ കയറ്റി കുളമാക്കി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് BA മലയാളം MA മലയാളംകാർക്ക് മെയിൻ എടുത്ത് പഠിക്കുന്നവരുടെ താരതമ്യ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ സ്റ്റഡിയാണിത്. അതിനകത്ത് ഈ പിള്ളേരുകളെയല്ല വേണ്ടത്. എഴുത്തച്ഛനെയും കുമാരനാശാനെയും ചെറുശ്ശേരിയെയും ഒക്കെ പഠിക്കുന്നിടത്താണോ വേടം കയറിയിരിക്കുന്നത്. പാഠ്യ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. അപ്പോൾ റാപ്പ് സംഗീതത്തിൻ്റെ ഒരു താരതമ്യ പഠനത്തിലാണ് ഈ ഒരു പാഠ്യ വിഷയമായിട്ട് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു റാപ്പ് സംഗീതത്തിൻ്റെ താരതമ്യ പഠനം ആവശ്യമുണ്ടോ? ഇത് അങ്ങനെ താരതമ്യ സാഹിത്യ പഠനം ആ വിഷയത്തിനകത്തുമായിട്ട് വേണ്ടതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനകത്തൊക്കെ വേൾഡ് ക്ലാസിക് കൃതികളും ഒക്കെയാണ് താരതമ്യ പഠനത്തിന് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ തരംതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള റാപ്പ് മ്യൂസിക് താരതമ്യ പഠനം പാഠ്യവിഷയമൊക്കെ. ഇതൊക്കെ മലയാളത്തിനകത്ത് മെയിൻ എടുത്ത് പഠിക്കുന്നവർക്ക് അതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ. ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിലോട്ട് പോയ കേംബ്രിഡ്ജ് പോലുള്ള യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള റാപ്പ് സംഗീതത്തിന്റെ താരതമ്യ പഠനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് വെറും ഈ പേക്കൂത്തല്ലേ. ഈ പേക്കൂത്തൊക്കെയാണോ എടുത്ത് സിലബസിനകത്ത് ഉൾക്കൊള്ളിച്ച് ഇത് പഠിക്കാനായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞതാ. ഇത് വെറും പോഴത്തമായിട്ടുള്ള ഒരു ഏർപ്പാടല്ലേ ഈ കാണിക്കുന്നത്. അത് മലയാളം മെയിൻ എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിലെ ഡെപ്തുള്ള കൃതികളെക്കുറിച്ച് അറിയുക, അത് മറ്റു ഭാഷകളിലെ കൃതികളുമൊക്കെയായിട്ട് താരതമ്യം ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അല്ലാതെ ഇവിടെ ഈ വേടനെ ഇവിടുത്തെ CPMകാരും DYFIക്കാരും കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞ് അത് സിലബസിനകത്ത് കയറ്റി വയ്ക്കാൻ